ഇത് സുർക്കിയിലിട്ട് വെക്കാനാണോ കേട്ടോ? അത്യാവശ്യം കിട്ടിയിരിക്കണില്ലേ? ഉണ്ട് പറിച്ചാനൊക്കെ. ചെറിയപ്പോ കൊണ്ടുപോയില്ല വണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം. വണ്ടി അങ്ങനെ പോകാം. അതാണ് സിദ്ധാന്റെ വണ്ടിന്റെ ഐഡിയ. കുടിച്ചോട്ടോ. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പൊ രാവിലെ തന്നെ മുറ്റത്ത് നല്ല സൗണ്ടും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ആനും മോട്ടറിന് ഇവിടെ എത്തിക്കണം. എന്തിനാ വെച്ചാൽ നമ്മൾ ആ തണൽ മരത്തിന്റെ കായ ഉണ്ടല്ലോ, പൈത്ത് കുറെ ചീഞ്ഞ് നിലത്തേക്ക് ചാടാണ്. അപ്പോൾ കണ്ട പോലീസൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ട, എന്തായാലും ഞങ്ങൾക്ക് ഉപ്പിലിടാൻ വേണമെന്ന്. അപ്പോൾ എത്തിക്കണ പറിച്ചാൻ ഞങ്ങൾ ആരും തിന്നലില്ല. ഇങ്ങനെ പീച്ച് വെക്കുമ്പോൾ തന്നെ ഒരു സൈസ് തരി മാതിരിൻ്റെ ഉള്ളു. അപ്പോൾ നമുക്ക് എന്തോ മതി, നമ്മൾ തിന്നലില്ല. അത് ഈ ബിരിയാണിക്കൊക്കെ ഇടുന്ന കൂട്ടില്ല, മസാലക്കൂട്ട്, അതിൻ്റെ ഒരു കവറിലുണ്ടാവും ചെറിയ തരി മാതിരി. ആ സാധനമാണല്ലോ, ഒരു കസ്കസാണല്ലോ അത്. അപ്പോൾ ഓൾക്ക് എന്തായാലും ഇഷ്ടമാണ്, ഓല് പറിച്ചാൻ വന്നിക്കണം. അപ്പോൾ അതിന് കുറേ നേരം പറിച്ചിട്ട് ഇത്ര പറഞ്ഞ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഉണ്ട് മേലെയാണ്. നമുക്ക് രാവിലെ തന്നെ കൊമ്പൊക്കെ കുറിച്ചിരിക്കണ്. മേലെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതും പൊയ്ക്കണാണ്ട്. അപ്പൊ താഴത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പൊയ്ക്കാണ്. മോട്ട മെനക്കെട്ട് പറിച്ച് ഒരാൾ പൊറിക്കുക. ഇതുമ്മ കേറിയാ മതി, കോണിട്ടണടാ. ഇതുമ്മല് അവന്മാരും കേറിയാൽ കിട്ടും. ഇതിങ്ങനെ പൊറക്കുന്ന വൈകുന്നേരം വരെ ഇത് പൊറക്കിക്കേണ്ടി വരും. ഞങ്ങട്ടാ കോണിയാ താഴെ പെരിയിലോ നേരം വെക്കാണ്ട് പോകും. അടുത്ത വരിക ഇവല് ഓരോ പേരാള് നടന്ന് പൊറുക്കാണ്. ഓരോ പെരകൾ തോറും അരിച്ചു പൊറുക്കാണ്. 27 പേരുണ്ട് ഇവിടെ. 27 വരയിലും കയറിയൊക്കെയത്. എടാ അനി ഇതാക്കണ്. നിങ്ങൾ എന്താ രാവിലെ തന്നെ പൊറുക്കിയാളാകാൻ വന്നിക്ക? ഇവിടെ വെച്ചതാ, ഈ അരി വെച്ച നുള്ളി പൊറുക്കിട്ട് വാങ്ങട്ടതൊക്കെ. ഇതാടാ മോട്ട എത്തനോടല്ലേ അതിൽ ഇപ്പൊ പറിച്ചു. അതാറില്ല, ആ കൊമ്പ് നൈസായി പറിച്ചാണ് വെല്ല വെച്ചിക്കണ്. അത് ഇത് ആകെ ഉണ്ടായിട്ട് പടർന്നുണ്ടായിട്ട് നമ്മളെ പെരിയിലൊക്കെ വെട്ടല മരത്തുമല്ലേ. അന്റെ കജ്ജത്ത് തോട്ടി എവിടെ? ഇതാ മേലെ ഈ കായാണ് പറിച്ച് കൂട്ടുന്നത്. സൂപ്പർ മാർക്കറ്റിൽ ലുലുമാളിലൊക്കെ നല്ല വിലയാണ്. ഇന്നാള് വന്ന പൈലറ്റ് ആ സാറ് പറഞ്ഞു കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട് ഉണ്ടാക്കണേ. എവിടെ ഇതാക്കി ഞാൻ പൊക്കാം. മേലക്ക് എത്തായുള്ളൂ. ഇതിങ്ങനെ ചായച്ചിട്ട് അത് അങ്ങനെ നുള്ളി പൊറുക്കണ്ട. ഇച്ചോ വല്ല പൊറുക്കൊക്കെ അത് സാറില്ലടാ. ഓനെ വല്ല അത് മകള് കൊറേ കായടാ, പച്ചക്കായി. എന്താണ് അതിനെ പറയും എല്ലാരും ഒടിച്ചിടലാണ്, അടക്ക വെട്ടിക്കളയല. ഇത് സുർക്കിയിലിട്ട് വെക്കാനാണോ കേട്ടോ? എങ്ങനെ വെക്ക വല്ല നമ്മള് മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കണ അതില് ഇനി കളയണ്ട. ഒന്ന് ഇട്ട് നോക്കിയാക്കി രസം ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് കസ്കസൊക്കെ ഉണ്ടാക്കണേ. നമ്മള് ബിരിയാണിക്ക് തോന്നുന്നു ഒരു ചെറിയ തരിതരില്ലേ അത്. ഇത് കജിവ് കൊണ്ട കുറച്ച് ഇതൊക്കെ അതിന്റെ പച്ച കായാണത്. മോണ്ടും ഓരോ കൊമ്പ് പറിച്ചിട്ട്
അതിനെ കയറ്റിയാ മതി. അത് എവിടെ? അതിന് വെജയിനി പനിന്. പനിയൊക്കെ പോലെ എന്തൊക്കെയുണ്ട് ഇന്നലെ അന്തിക്ക്. പലിശക്കാരനെ പോന്നൂടെ ഇനെന്നാ നിങ്ങക്ക് ഇങ്ങനെ നുള്ളി കൊടുക്കണെങ്കി? ഹലോ, ചവിട്ടി നമ്മള് ഏത് എവിടെ? ഞാൻ പൊക്ക എവിടെ? ചെറിയ സാധനായിട്ട് പോയി. അതാക്കണ് ഇതിന്റെ ഉള്ളില് അല്ലേ? അതല്ല കേടന്ന് മാങ്ങയാണെ കാണുത് കാണൂല താഴത്ത്. ഇതൊക്കെ കേടന്ന് 2 ദിവസം കഴിഞ്ഞാ ചെറിയ ചീയലുണ്ട്. ശരിയോ? കൊയിച്ചടച്ചുണ്ട്. അതവിടെ ഉണ്ട്. അല്ലടാ, അതൊക്കെ 2 ദിവസം മുന്നത്തെ മോട്ട ഇട്ടാ പോയത് അങ്ങട്ടോ. അത് നേർത്ത അങ്ങോട്ട് കുലിക്കും. ഒന്നായിട്ട് കുലിക്ക്, എന്നിട്ട് പൊറുക്ക. അങ്ങനെയല്ല, വടിയായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ അടിച്ച് എന്നിട്ട് പൊറുക്ക. ഒക്കെ ചാടിച്ചിട്. ഇന്നിപ്പോ ഒന്ന് വല്ല ഇതാക്ക എടുക്ക, ഒന്ന് ഇതാക്ക, അങ്ങനെ അങ്ങനെ കുലിക്ക്. ആ പൊറുക്ക. എന്നിട്ട് ആ ചാടുണ്ട്. ഇതാ ആന്ന് അവിടെ അതിന് അടുത്ത പ്രയോഗം പ്രയോഗിച്ചാണ്. നോക്കി കേറിട്ടോ. റെഡി? 1 2 2 2 3. പിടിച്ചാണോ? ചെപ്പോ ആ കവർ എടുത്തോണ്ടേ. എന്റെ മേലെ കയറി നല്ല ഉഷാറില് കിട്ടും. മറ്റേതിന്റെ മേലെ എവിടെ? ഞാൻ ഓനെ കാടിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. കൊറേ കിട്ടിയതാ ആണോ? വെട്ടിച്ചാലോ? വെട്ടിച്ച് ഒരു പറിച്ചിട്ട് വലിച്ച് മോണ്ട പറിച്ച് ഒക്കെ വലിച്ചിടണം. അതിന്റെ ഒപ്പം പൊട്ടിക്കോളൂ ആകെ. അവയെ തൊട്ടാ പൊട്ടുന്ന കൊമ്പാണ്. ഒരു മേലുണ്ട് കേട്ടോ. അങ്ങനെ ഇതിപ്പോ കവറിലുണ്ട്. ഇത് ഇടാനാണ്. അനു അപ്പുറത്തെ പേരന്റെ പുറത്താണ്. മോട്ടറിനെവിടെ? ഈ പേരന്റെ പുറത്തുനിന്ന് മോട്ടർ ഇറങ്ങിയല്ലോ. മോട്ടർ ഇഞ്ഞും ഉണ്ടോടാ അതിന്റെ മേലെ? ഇതുവാ ഇറക്കുക. ഒക്കെ കഴിഞ്ഞോ? അത്ര കിട്ടിയില്ലേ അവിടുന്ന്? അനുവിന്റെ അവിടെ കൊറേ ഉണ്ട്. കൊറേ നേരമായി കേറിയിട്ട്. ഓനെടുക്കണം. എങ്ങനെ കേറാ? അല്ലെങ്കിൽ എളുപ്പാണ്, ഇറങ്ങാൻ വെക്കൂല. കുടിച്ചോട്ടാ. രാവിലത്തെ എന്തൊക്കെ പ്രയത്നങ്ങളാ. ഇത്ര ഞാനുവിന്റെ അടുത്തുണ്ട്.
ഇവിടെയൊക്കെ ചാടി കിടക്കണേ. വരട്ടമ്മ. അമ്മ അവിടെ കുട്ടീനെ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പൊണ്ണിക്കണ്. റിതുവാ നിക്ക മതിയോ? ആയില്ല. ഇത് ഞമ്മളത്രല്ല, കുറച്ച് ഗതികേടാണ്. നമ്മളത് കുറച്ച് താന്ന് അവിടെ എങ്ങനെ ഉണ്ടായോണ്ട്. അല്ലട്ടോ, ഓന് ആ ജനാൽമൊന്നും ചവിട്ടിയിട്ടില്ല. അവിടെ തൂങ്ങിക്കാണ്. ഇത് നോക്കനി, ഞാൻ ഊർജം കൊടുത്തു. റെഡി മാ. കേക്കൂല. ഓനെ കയറ്റി, ഓനെ നിർത്ത് കയറ്റി കൊടുത്താ. അവ തൂങ്ങിക്കറിയതോണ്ടു. അങ്ങനെയല്ല, ഓനും പിടിച്ചോട്ടെ. അതെ, കഴിഞ്ഞോ? മേള പിടിച്ചോടാ. തൂങ്ങിക്കാണ്. കിട്ടിയില്ലേ അവിടുന്ന്? നമ്മൾ അത്യാവശ്യം കിട്ടിക്കണം കേട്ടോ. ഒരു ഭരണിയില് ടുപ്പ് ആണല്ലേ. വെറുതെ ചുമ്മുണ്ടാന്ന് പറിച്ച്. അതിന്റെ മേലാകെ ചീഞ്ഞെടുക്കണ്ടാവൂലേ? അപ്പൊ ഉണ്ടല്ലേ. ആന ഒന്ന് മോട്ടൊന്ന് എടുത്തളോനേ. എങ്ങനെയാണ് ചാടുക? കൊഴപ്പല്ല. ആ ഒന്ന് കിട്ടളാ. പിന്നെ ഇതിലോട്ട് പോവാ. കവറിലായ എന്താ പറയാ, ചാമ്പ് നമ്മള് പിടിച്ചാലും അഥവാണ്ട് ഇത് എളുപ്പം പീച്ചും. അത്യാവശ്യം കിട്ടിക്കണില്ലേ? ഉണ്ട് പറിച്ചാനൊക്കെ. ഞാനോ അത്യാവശ്യം കിട്ടി. ആയിക്കോട്ടെ എന്നാ. ഓ, ഇതിനിപ്പോ എത്ര റുപ്യ ഉണ്ടാവും? ഇത് പറിച്ച് വിറ്റാതിലടാ. അത്യാവശ്യം ഉണ്ട്. ഇത് വാണ്ടിയോല് പറയണ്ട്, ഞങ്ങളിവിടെ പൊറക്കിയൊക്കെ ഉണ്ട്. ഇതിന്റെ കച്ചവടം തുടങ്ങണയാണ് ഇനി. ആ രസമുണ്ട്. ഞങ്ങൾ എന്താ കാട്ടെ, വെറുതെ കടിച്ചു. എന്നിട്ട് എന്തോ മതിയാ പീച്ചു. എന്നിട്ട് കളി. ഒന്നോ രണ്ടോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ വേണ്ട. അങ്ങനെ ഓല് പോയി. ഇതാക്കണടാ അതിലെ ചാടി കിടക്കണ്. ഇഷ്ടമാതിരി പോല് വന്ന് പറിച്ചു കൊണ്ടുപോയി. അങ്ങനെ രാവിലത്തെ മോട്ടന്റെ ആ കായ് പൊറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഷംന വന്നിക്കണ്. ഇന്നലെ പോലെ അടക്കര പോയിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. ആ പണ്ടം വാങ്ങാൻ. ഇനിയിപ്പൊ ഇന്ന് പോണത് നമ്മളെ സോഫക്ക്. രസമുണ്ട്. ചെറിയ ടോപ്പ് മീഡിയം മാതിരിയാണ് കണ്ട. അപ്പൊ മെയിനായിട്ട് പോണത് സോഫക്ക് കവർ വാങ്ങാന്. ഇജി ഉമ്മ പോണത് ബേക്കില് കെട്ടി പോണത്. തുമ്പില്ലേ വണ്ടി പറ്റൂല. അതിന് കൂട്ടത്തായിട്ട് ഇറങ്ങണമില്ല. ഞാൻ അപ്പളേ പറഞ്ഞ
ഞാനതെ ഓള് ഇതിനെ മീഷോന്ന് ഇതാറുന്നു ഇനി അത് വലിപ്പല്ലേ മീഷോയിലൊന്നും ഒരു ഇതില്ല, ഒരു പണിയില്ല. നമുക്കെന്താണ്? ഞാൻ മറ്റൊരു ടാക്സി ഡ്രൈവറല്ലേ അതന്നെ. ഇപ്പൊ പറയണ എന്താ വെച്ചാല് ഇമ്മാക്ക് ഈ വണ്ടി മോളി അറിയല്ല എന്നാണ്. എവിടെയെങ്കിലും പോയ അമ്മ വേറെ മാറിക്കുമല്ലോ. എന്തോ ഒരു കഷ്ടം ദാദാന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോളേ വണ്ടിന്റെ വില ഈ ചോട്ട് വെച്ച് ഓക്കിപ്പോ വണ്ടിയില്ല. അപ്പൊ ചെറിയ കൊണ്ടില്ല വണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം. ബൈക്ക് കുറിച്ചാലും വണ്ടി അങ്ങനെ പോകും. അതാണ് സിദ്ധാന്റെ വണ്ടിന്റെ ആവശ്യങ്ങൾ ഇതിപ്പോ നോക്കിക്കാണ് കേറി അവിടുന്നേ. ആ ആ അല്ലമ്മ നൂലൊക്കെ ഇവിടെ അളവിനില്ല സോഫന്റെ. ആ എന്നാ പോയിക്കോളൂ. മീഷോന്ന് ഒരു ഓർഡർ ചെയ്ത ഷൂ വന്നിക്കണ് കേട്ടോ. പൊട്ടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട്. ചെറുതിനില്ല, ഫിദൂനില്ലതാണ്. ഓൻ എങ്ങനെ ഉണ്ട് നോക്കിട്ട് വേണം എനിക്ക് വാങ്ങാന്. ഇവനൊന്നും പോയിട്ടില്ല, ഇവന് നല്ല പനിയും ചുമയാണ്. വീടിന്ന് അങ്ങ് കടയിൽ നിന്ന് വാങ്ങാന്നോ പറയുന്നത് കേട്ടോ. ഇതില് വാങ്ങിയ ചെലപ്പോ രസം ഉണ്ടാവും, ചെലപ്പോ രസം ഉണ്ടാവില്ല. അപ്പൊ നമ്മളങ്ങനെ വെച്ചിക്കോ. രസമുണ്ട് കാണാനല്ലേ. അങ്ങനെ കണ്ടിട്ട് അടിപൊളി കേട്ടോ. പറഞ്ഞ രസമുണ്ടടാ. ജോഗി ആണെന്നല്ലേ പറഞ്ഞേ. സംഭവം കാണാനൊക്കെ രസമുണ്ട്. പോകുന്നില്ല ഇതൊന്നും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉഷാറാണ്. ഓള് തന്നെ മതിയായിരുന്നു. പിന്നെ ഫുള്ള് വൈറ്റിലുണ്ട്. വൈറ്റ് എപ്പോഴും വാങ്ങിയ ചളിക്കാറ്. ഓനോ ആ നമുക്ക് പാത്ത് വെച്ചിട്ട് വന്നിട്ട് വെല്ല കൊടുക്കട്ടോ. എന്നാ വരിക കൊറേ ആയി ചോദിച്ചു. ഓന് ഞാൻ സ്കൂൾ ഇട്ടെന്ന് അങ്ങോട്ടേക്കാരും മിക്കവാറും പോവുക. രസല്ലേടാ? അനക്ക് ഇങ്ങനത്തെ വേണ്ടിയതോ കടയെന്നോ? അപ്പൊ വിചാരിച്ച മാതിരി അല്ല. ഏതായാലും സംഭവം വാച്ചൊക്കെ ഉണ്ട്. 2 വാച്ചും നമ്മൾ ഓർഡർ ചെയ്തീനി. അടുത്താ വാച്ചും നല്ല രസമുണ്ട്. മറ്റോല് ഇതുവരെ എത്തിയിട്ടില്ല. വണ്ടിമ്മ പോയതാണ്. വണ്ടി ചിലപ്പോ റോട്ടിൽ നിന്ന് നിൽക്കും, നിൽക്കാതിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഉമ്മ പേടിച്ചിങ്ങാടോളെ പിന്നാലെ പോയിക്കണ്. എത്തിയിട്ടില്ല. അങ്ങനെ ചെറുത് കടന്നുറങ്ങുന്നുണ്ട്. മറ്റോന് അവിടുന്ന് സ്കൂൾക്ക് പോയി. പിന്നെ പെരും പനിയായിട്ട് ഇന്ന് പറഞ്ഞു വിട്ടില്ല. പറഞ്ഞു വിടാത്ത നന്നായി. പെരും പനിച്ച് പറിച്ച് കിടക്കേനി. അപ്പൊ മരുന്ന് കൊടുത്തപ്പോ ലേസാക്കുന്നുണ്ട്. കിട്ടിയടാ നമ്മൾ ചിലത് മീഷോന്ന് വാങ്ങുമ്പോ നല്ലതാകൂല കരുതിയിട്ട് വാങ്ങലില്ല. ഇടക്ക് വാങ്ങും, ഇടക്ക് പിന്നെ വാങ്ങലില്ല. വാച്ചൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് മറ്റോന്റെ ആണ്, ഫിദൂന്റെ ആണ്. അവന്റെ ഇത് സംഭവം സെറ്റാണ്. ഈ 2 വാച്ചും കൊടുത്ത പൈസക്കൊക്കെ മുതലേക്കാണ് അല്ലേ? നമ്മള് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടില്ല. ഡ്രസ്സ് എടുക്കാൻ പോണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ചില്ല് പൊട്ടിച്ചരുതേ. അപ്പൊ പിന്നെ ഒരു സാധനം കേടെടുത്തുള്ളൂ കേട്ടോ. അതേപോലെ ആക്കി വെടിക്കാക്കി കൊണ്ടെടുക്കും.
അതാ വരുന്നു നമ്മുടെ പടക്കുതിര. ഞാൻ എന്താ അവിടെ വീണോ? കിട്ടിയോ? കവർ കിട്ടിയോ? ഇല്ല. അവിടെ മറ്റേ ശബ്ദാണ് വലുതാ. എന്താ ടിക്കിയിൽ ഇനി തുറക്കണം? ഞാൻ എത്രങ്ങാനും വിളിച്ചു. ആ പാണ്ടപ്പെട്ടിന്റെ ഉള്ളിലാ എന്തിനാ വിളിച്ചൊരു ആവശ്യമില്ല. വിളിച്ചല്ലേ സന്തോഷ വാർത്ത അറിയാനേ ഞാൻ പറയണ്ട്. ഒളിന്ന് പോവാക്കാരം അല്ല ഇത് വാങ്ങി കവറിലിട്ടപ്പോ മറ്റേ രസല്ലേ? മറ്റേ ചെരുപ്പാണ് പൊട്ടി തന്നെ. മറ്റേ ചെരുപ്പൊക്കെ അതാണ്. ഒന്ന് കിട്ടിയാല് നമുക്ക് അല്ലെങ്കിൽ നമ്മളെങ്ങോട്ടും പൈസ സാധനം വാങ്ങാൻ പോയാൽ പൈസ എത്ര ഉണ്ട് 3 or 4 ആണെങ്കിലും ആ കറക്റ്റ് പൈസ അവിടെ കഴിഞ്ഞു പോകും. അങ്ങനെയാണ്. പുതിയ ചെരുപ്പ് ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ പൊട്ടൂലേനി. ഇല്ലേനി അപ്പൊ വാങ്ങണ്ടില്ലേനി. എന്താ സന്തോഷവാർത്തവാ പറഞ്ഞതാ. ഞാൻ ചത്ത സന്തോഷം എനിക്ക്. എന്താ ഫോണുമാനെ കച്ചില് കണ്ണത്തുണി എടുക്ക. ആ മീഷോന്ന് ഒരു ഷൂ വന്നടി. നല്ല രസമുണ്ട്. ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കണ്ടതിൽ നമ്മള് വിചാരിച്ചില്ലാറുണ്ട്. കുട്ടി ഉറങ്ങുക.